ചട്നിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു കൊണ്ട് ചമ്മന്തിയാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്, വറുത്ത് തൊലികളഞ്ഞ് വെച്ചതാണ്. വറ്റൽമുളക് അതും വറുത്തതാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ചുമന്നുള്ളി, തേങ്ങ ചിരകിയത്, തേങ്ങ ഒരു അരമുറി തേങ്ങയാവാം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ചക്കയുടെ സീസണൊക്കെ ആയി എല്ലാവരും ചക്കക്കുരുവും കൊണ്ട് പല വിഭവങ്ങൾ, ചക്കക്കുരു മാങ്ങ ഒക്കെ വയ്ക്കാവുന്നതാണ്. ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായൊക്കെ വയ്ക്കും. അതേപോലെ തന്നെ ചക്കക്കുരു കൊണ്ട് ചമ്മന്തിയും കൂടി ഒന്ന് എല്ലാവരും അരച്ച് നോക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വറുത്തിട്ട് വേണം അരയ്ക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഇത് വറുത്ത് തൊലി കളഞ്ഞ് വെച്ചതാണ്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഈ ബ്രൗൺ കളറുള്ള തൊലി കളയണമെന്നില്ല, അത് നല്ലതാണ്. മറ്റേ പുറത്തെ വെള്ള തൊലി മാത്രം കളഞ്ഞാൽ മതി. നമുക്കിത് അരച്ചെടുക്കാം. അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉള്ളി അധികം ഇരുന്നോട്ടെ. ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. 4-5 മുളകാണ് എടുത്തിരിക്കുന്നത്. അതും ഞാൻ വറുത്ത് വെച്ചതാണ്. ഇത്രയും വലുപ്പത്തിൽ പുളി, നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി. നമുക്കിത് ആദ്യം ഇത്തരം ചേരുവകൾ ഒതുക്കിയതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് ബാക്കി അരയ്ക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഏകദേശം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ചക്കക്കുരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമാണ്. ചക്കക്കുരു ഒക്കെ ചക്കക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിലുണ്ടാവും. ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചമ്മന്തി ചക്കക്കുരു മാങ്ങയും ചക്കക്കുരു വറുത്തരച്ച് വയ്ക്കും. പല രീതിയിൽ ചക്കക്കുരു നമ്മൾ ഉണ്ടാക്കും. അതിനൊപ്പം തന്നെ ഇതുപോലൊരു ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും ചെയ്യാത്തവർ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. നല്ല രുചിയോട് കൂടിയൊരു ചമ്മന്തി തന്നെയാണ് ഇത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.